നമസ്കാരം. ഇന്ന് നടന്നിട്ടുള്ള ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ മെയിൻ എക്സാമിൻ്റെ ചോദ്യപേപ്പറിൻ്റെ വിശകലനമാണ്. നമ്മൾ ആൻസർ കീയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുന്നേ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. നമ്മുടെ സൈൻ നൽകുന്ന സൗജന്യ PSC ടിപ്സും നോട്ട്സും അതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ നോക്കൂ, പരമാവധി ആളുകൾ ജോയിൻ ചെയ്യൂ. സൗജന്യമായി കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിർവീര്യലായകമായ ജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റം വരുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. 2024 രസതന്ത്ര നൊബേൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി, ഡേവിഡ് ബേക്കർ ആണ് ശരിയായ ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം, ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് IUCN. നാലാമത്തെ ചോദ്യം നോക്കൂ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക എന്നുള്ളതാണ് ചോദ്യം. പ്രസ്താവനകൾ നോക്കൂ. എയും ബിയും രണ്ട് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. പ്രസ്താവന എ നോക്കൂ. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. പ്രസ്താവന 3 ബി നോക്കൂ. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത് എന്നുള്ളതാണ്. ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? നമുക്ക് നോക്കുമ്പോൾ അറിയാം. പ്രസ്താവന എ ശരിയാണ്, പ്രസ്താവന ബി എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. പ്രസ്താവന എ ശരിയാണ്, എന്നാൽ ബി ശരിയല്ല. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? വിഘ്നേഷ് പുത്തൂരാണ്. തിരിച്ചറിയുക എന്നുള്ളതാണ്. എയും ബിയും രണ്ട് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാം. വിലാപം, വിശ്വരൂപം തുടങ്ങിയ രചനകളിലൂടെ മലയാള കവിതയ്ക്ക് പുതിയൊരു മുഖം നൽകിയ എഴുത്തുകാരനായിരുന്നു VC ബാലകൃഷ്ണ പണിക്കർ എന്ന് പറയുന്നത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. മറ്റൊന്ന് നോക്കൂ. VC ബാലകൃഷ്ണ പണിക്കർ ശ്രദ്ധേയനാക്കിയ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയായിരുന്നു ഏത്? മലയാള വിലാസം എന്നുള്ളത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യം നോക്കൂ. അതും ഇതിനോട് തുടർച്ചയായിട്ട് സമാനമായൊരു ചോദ്യം തന്നെയാണ്. ചുവടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഉദ്ദേശിച്ചത്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന നോക്കൂ. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്ത് 1938 ആയിരുന്നു എന്നുള്ളതാണ്. ചെയ്തത് 1938 ഇനി ബി നോക്കൂ. ആലപ്പി വിൻസെൻ്റ് ആയിരുന്നു വിഗതകുമാരൻ എന്ന ചിത്രത്തിന് ശബ്ദം നൽകിയത്. എന്താണ്? നമുക്കറിയാം എയും ബിയും ശരിയല്ലാത്ത രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇനി എട്ടാമത്തെ ചോദ്യം നോക്കൂ. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഏറ്റവും റീസെൻ്റായിട്ട് നടന്നൊരു കാര്യമാണ്, നമ്മളാരും മറക്കാനിടയില്ല. ഓപ്ഷൻ ഡി ആണ്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി. ഇനി ഒമ്പതാമത്തെ ചോദ്യം നോക്കൂ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന നോക്കൂ. എ, മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനായിരുന്നു. ബി നോക്കൂ. 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ്റെ പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച പത്രമായിരുന്നു കേരള കേസരി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് എ ശരിയാണ്, എന്നാൽ ബി എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. പത്താമത്തെ ചോദ്യം നോക്കൂ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക എന്നുള്ളതാണ്. പ്രസ്താവന എ നോക്കൂ. കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണർക്ക് ഇടയിൽ സാമൂഹിക പരിഷ്കരണ ലക്ഷ്യമായി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് 1908 ബി നോക്കൂ. തൃശ്ശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. ഏതാണ് റൈറ്റ് ആൻസർ? നമുക്കറിയാം ഓപ്ഷൻ എ ശരിയാണ്, എന്നാൽ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി
ഒരു ബ്ലാങ്ക് സ്പേസ് നൽകിയിട്ടുണ്ട്. അതിനുദാഹരണമാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ് ചോദ്യം. എന്തിനുദാഹരണമാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി 12ാമത്തെ ചോദ്യം നോക്കൂ. കോഡ് വ്യത്യാസപ്പെടുത്തുന്നത് വളരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ ബ്ലാങ്ക് സ്പേസ് നൽകിയിട്ടുണ്ട്. അതിനെ വെബ് പേജുകൾ എന്ത് വിളിക്കുന്നു എന്നുള്ളതാണ് ചോദ്യമായിട്ട് വരുന്നത്. സ്റ്റാറ്റിറ്റിക് വെബ് പേജുകൾ എന്നാണ് അവ വിളിക്കപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 13ാമത്തെ ചോദ്യം നോക്കൂ. എക്സൽ 2010 കണക്ക് കൂട്ടലുകൾ നടത്തുമ്പോൾ സെൽ റെഫറൻസ് തെറ്റായി കൊടുക്കുന്നത് മൂലം കാണിക്കുന്ന സന്ദേശം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 14ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി മലപ്പുറമാണ്. ഇനി അടുത്തത്, ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏതാണ്? നമുക്കറിയാം ടെക്നോ പാർക്ക് തിരുവനന്തപുരമാണ് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി 16ാമത്തെ ചോദ്യം. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ പെട്ടത് ഏതാണ് എന്നുള്ളതാണ്. നോക്കൂ, വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അത് റൈറ്റാണ്. അത് കൃത്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തെറ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇനി 2019 17ാമത്തെ ചോദ്യം നോക്കൂ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ്. പെടുന്നത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ്. 18ാമത്തെ ചോദ്യം നോക്കൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ, മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാകാം എന്നുള്ളത് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 19ാമത്തെ ചോദ്യം നോക്കൂ. 2012 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ലൈംഗിക അതിക്രമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? ഏതാണ്? ഈ പറയുന്ന മുകളിൽ തന്ന 3 ഓപ്ഷനുകളും അല്ല, മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇനി 20ാമത്തെ ചോദ്യം. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം അനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റയ്ക്കോ ഇരു കക്ഷികളും ഉപയോഗിക്കുന്നതോ ആയ ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കൽ, സ്ത്രീധനം ഉൾപ്പെടെയുള്ള സംയുക്തമായോ വെവ്വേറെയോ കൈവശം വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിൻ്റെ അനുമതിയില്ലാതെ അന്യാധീനപ്പെടുത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഒരു വലിയ ചോദ്യമാണ്. ഏതാണ് ശരിയായ ഉത്തരം? ധനാശ്വാസ ഉത്തരവാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇനി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ്. മേൽപ്പറഞ്ഞവയെല്ലാം വരുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇനി 22ാമത്തെ ചോദ്യം. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡാണ് റൈറ്റ് ആൻസർ. 23 നോക്കൂ. -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 24ാമത്തെ ചോദ്യം നോക്കൂ. താഴെ തന്നിരിക്കുന്നവയിൽ വലുത് ഏത് എന്നുള്ളതാണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഒരു പെൻസിലിൻ്റെ 25ാമത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 26 നോക്കൂ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് റീഡ് എന്നാൽ എന്ന് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 27 നോക്കൂ. 27ൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 28 നോക്കൂ. അരുൺ തൻ്റെ ക്ലോക്കിൽ 6 PM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ 9:15 PM ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ ഏതാണ് എന്നുള്ളതാണ്. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 29ാമത്തത് നോക്കൂ. ഏതാണ് 29ാമത്തെ ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി 30ാമത്തെ ചോദ്യം നോക്കൂ. ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഏതാണ് ശരിയായ ഉത്തരം? 343 ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ ആണ്. 31ാമത്തെ ചോദ്യം നോക്കൂ. 5, 10, 15, 20, 25 എന്നീ സംഖ്യകളുടെ ശരാശരി എത്ര എന്നുള്ളതാണ്. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 32 നോക്കൂ. 2n+5 =
1024 ആയാൽ എക്സിൻ്റെ വില എത്രയാണ് എന്നുള്ളതാണ്. എന്താണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 5 ആണ് ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി 33ാമത്തെ ചോദ്യം നോക്കൂ. ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നാണ്. ക്രിസ്ത്യൻസ് ഗോ ടു ചർച്ച് എവറി സൺഡേ ആൻഡ് ഡാഷ് ഡേ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഡോണ്ട് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 34 നോക്കൂ. മൈ ബ്രദർ ഈസ് ഇൻട്രസ്റ്റഡ് ബ്ലാങ്ക് സ്പേസ് നൽകുന്നു. അതിനുശേഷം റീഡിങ് സയൻസ് ഫിക്ഷൻസ് എന്നുള്ളതാണ്. എന്താണ് ഇൻട്രസ്റ്റഡ് ഇൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. 35ാമത്തെ ചോദ്യം നോക്കൂ. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ്. ഏതാണ് ബ്ലാങ്ക് സ്പേസിൽ വരുന്നത്? ഫോർ ദ ലാസ്റ്റ് 10 years എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ എന്നല്ലേ വരിക. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? 36ൻ്റെത് എ ആണ്, വില്ലാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 37 നോക്കൂ. വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെൻസ് ടുഡേ എന്നല്ലേ വരാറ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 38 നോക്കൂ. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് ഇയർ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 39ാമത്തെ ചോദ്യം. ഐ ബ്ലാങ്ക് സ്പേസ് നൽകിയിട്ട് മൈ ന്യൂ ഡ്രസ് ഓൺ മൈ ബർത്ത്ഡേ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? ഐ പുട്ട് ഓൺ മൈ ന്യൂ ഡ്രസ് ഓൺ മൈ ബർത്ത്ഡേ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. 40ാമത്തെ ചോദ്യം നോക്കൂ. ദ അനോണിംഗ് ഫോർ ദ അമച്വർ ഈസ് ഏതാണ്? പ്രൊഫഷണൽ. ഓപ്ഷൻ എ ആണ് പ്രൊഫഷണൽ എന്നുള്ളതാണ് ശരി ആൻസർ. ഇനി 41ാമത്തെ ചോദ്യം നോക്കൂ. ഹി ഹാസ് ബീൻ എലക്റ്റഡ് ടു ദ ഏതാണ് റൈറ്റ് ആൻസർ? ബി കൗൺസിൽ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 42 നോക്കൂ. ദ സിനോണിം ഫോർ ദ അമേബിൾ ഈസ് ബ്ലാങ്ക് തന്നിട്ടുള്ളത് ഫ്രണ്ട്ലി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി. 43ാമത്തെ ചോദ്യത്തിൽ നോക്കൂ. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. കാരണം ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കിതിനെ സ്കിപ്പ് അടിക്കാം. ഇനി 44ാമത്തെ ചോദ്യം നോക്കൂ. ഭൂമിയുടെ പര്യായ പദം അല്ലാത്ത പദം ഏത് എന്നുള്ളത് നമുക്കറിയാം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജനനിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 45ാമത്തെ ചോദ്യം നോക്കൂ. അങ്കുശം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? നിരങ്കുശം എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 46 നോക്കൂ. കണ്ണ് അധികം നീർ ചേർത്ത് എഴുതുമ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ ബി കണ്ണീറാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 47 നോക്കൂ. ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. രാമനും കൃഷ്ണനോ അവിടെ പോയില്ല. ബി നോക്കൂ. ഓരോ ആളുകളും മുന്നോട്ട് വരണം. മറ്റ് ഗത്യന്തരമില്ലാതെ അയാൾ തിരിച്ചടിച്ചു. എന്താണ്? ഡി എന്ന് പറയുന്നത് മുതിർന്നവരെ നാം ബഹുമാനിക്കണം. ഏതാണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 48ാമത്തെ ചോദ്യം നോക്കൂ. പ്രത്യുപകാരം പിരിച്ചെഴുതുക എന്നുള്ളതാണ്. ഏതാണ്? പ്രത്യു അധികം ഉപകാരം ആണ് പ്രത്യുപകാരം ആയിട്ട് വരുന്നത്. ഇനി 49ാമത്തെ ചോദ്യം നോക്കൂ. ആസ് എ സീഡ് സോ ദ സ്പ്രൗട്ട്. താഴെ കൊടുത്തവയിൽ സമാനമായ പരിഭാഷ ഏത് എന്നുള്ളതാണ്. ഏതാണ്? 10 ഗുണം 10 ഗുണം എന്നുള്ളതാണ് ശരിയായ ആൻസർ. 50 നോക്കൂ. ഈ പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? കവി എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കവയിത്രിയാണ് റൈറ്റ് ആൻസർ. ഇനി 51 നോക്കൂ. താഴെ കൊടുത്തവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഏത് എന്നുള്ളതാണ്. ഏതാണ്? ആൺകുട്ടികൾ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ആൺകുട്ടികൾ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇനി 52 നോക്കൂ. അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റ പദം എടുത്തെഴുതുക എന്നുള്ളതാണ്. എന്താണ്? ജിജ്ഞാസ എന്നുള്ളതാണ്. ഇനി 53 നോക്കൂ. ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെടുന്നു? ഏതാണ്? ഫ്രാൻസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 54 നോക്കൂ. തീവ്ര ദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏതാണ്? നമുക്കറിയാം സെർബിയയാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി 55 നോക്കൂ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദനാണ് ശരിയായ ആൻസർ. 56 നോക്കൂ. ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ചോദ്യം. നോക്കാം. ഇതാണ് ഇന്ത്യൻ നാഷണൽ ആർമി ഏതിനോട് നമുക്ക് ചേർക്കാൻ കഴിയും? റാഷ് ബിഹാരി ബോസിനോട് നമുക്ക് ചേർക്കാൻ കഴിയില്ലേ? മറ്റൊന്ന് നോക്കൂ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി നമുക്ക് എന്തിനോട് ചേർക്കാൻ കഴിയും? സൂര്യസെന്നിനോട് ചേർത്ത് എഴുതിക്കൂടെ? ഇനി മറ്റൊന്ന് നോക്കൂ. സി നോക്കൂ. സ്വരാജ് പാർട്ടി ഏതിനോട് ചേർക്കാം? സ്വരാജ് പാർട്ടി CR ദാസിനോട് യോജിപ്പിച്ചൂടെ? ഇനി ഗദർ പാർട്ടി നോക്കൂ. ഗദർ പാർട്ടി ഏതിനോട് യോജിപ്പിക്കാം? ലാലാ ഹർദയാലിനോട് യോജിപ്പിച്ചൂടെ? അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. ഇനി 57 നോക്കൂ. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ
കുമുദിനി രജനീകാന്ത് ലഗിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? ഏതാണ്? ഓപ്ഷൻ ബി നൃത്തമാണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. 58ാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സമരം. ശരിയാണ്. മറ്റൊന്ന് നോക്കൂ. ഏതാണ്? സിവിൽ നിയമന ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റൈറ്റ് ആൻസർ അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ശരിയായത്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. ഇനി 59ാമത്തെ ചോദ്യം നോക്കൂ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം ഏതാണ് എന്നുള്ളത് നമുക്കറിയാം. നീലഗിരിയാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു എന്നുള്ളതാണ്. ഏതാണ് റൈറ്റ് ആൻസർ? തുഷാരം. ഓപ്ഷൻ എ തുഷാരമാണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. ഇനി ദേശീയപാത 3NW3 ഏത് മുതൽ ഏത് വരെയാണ് ബന്ധിപ്പിക്കുന്നത്? ഏതാണ്? കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയാണ്. ഇനി താഴെ കൊടുത്തവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏതാണ് എന്നുള്ളതാ ചോദ്യം. ഏതൊക്കെയാണ്? ചുണ്ണാമ്പുകല്ല് അതിനുദാഹരണമാണല്ലോ, കൽക്കരി അതിനുദാഹരണമാണല്ലോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 63 നോക്കൂ. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? നമുക്കറിയാം സ്ട്രാറ്റസ് ആണ്. ഇനി 64 നോക്കൂ. അനാസാഗർ തടാകം ഏത് സംസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം രാജസ്ഥാനാണ് എന്നുള്ളത്. 65ാമത്തെ ചോദ്യം നോക്കൂ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് എന്നുള്ളതാണ് ചോദ്യം. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് എന്നുള്ളതാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. അതായത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 66ാമത്തെ ചോദ്യം നോക്കൂ. ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജക പ്രക്രിയയുണ്ട്. രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിക്ഷേപവും സാങ്കേതികവിദ്യയും നീങ്ങുന്നുണ്ട്. ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഘടകങ്ങളും ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഉള്ളിൽ പെടുന്നതായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആയിട്ട് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കാം. മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ്. 67ാമത്തെ ചോദ്യം നോക്കൂ. വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത് എന്നുള്ളതാണ്. 7ാം പഞ്ചവത്സര പദ്ധതിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 68ാമത്തെ ചോദ്യം നോക്കൂ. ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ്. നോക്കൂ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക ശരിയായ പ്രസ്താവനയാണ്. ഭക്ഷ്യധാന ഉൽപ്പാദനങ്ങൾ വിദേശത്ത് ആശ്രയത്വം നേടിയെടുക്കുക തെറ്റായ പ്രസ്താവനയാണ്. ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? 1ഉം 3ഉം വരുന്ന ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. ഇനി വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ. നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, അവർ വായ്പകൾ നൽകുന്നുണ്ട്, ലോക സൗകര്യം വിൽക്കുന്നുണ്ട്. എന്നാൽ പണം അച്ചടിച്ചിറക്കാൻ അവർക്ക് കഴിയോ? ഇല്ല. അതാർക്കാണ്? RBIക്ക് മാത്രം കഴിയുന്നൊരു കാര്യമല്ലേ അത്. അപ്പോൾ 69 ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി 70ാമത്തെ ചോദ്യം നോക്കൂ. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എന്നുള്ളതാണ്. ജയതിലകാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 71ാമത്തെ ചോദ്യം നോക്കൂ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2ാമത്തെ ചോദ്യമാണ് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. 72ാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാ ചോദ്യം. ഏതാണ്? അപ്പോൾ 1ഉം 2ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരമെന്ന് പറയുന്നത്. ഇനി ഒരു പട്ടിക തന്നിട്ടുണ്ട്. ആ പട്ടിക നമുക്കൊന്ന് പൂരിപ്പിച്ച് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണങ്ങളും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവസരം ഏത് സെഷനിലാണ് വരുന്നത്? ഓപ്ഷൻ ഡിയിലേക്ക് പോകുന്നു. ഇനി 2ാമത്തെ നോക്കൂ. മതപരമായ കാര്യങ്ങളും അതിന്മേലുള്ള നടത്തിപ്പുമുള്ള സ്വാതന്ത്ര്യം ഏതിലേക്ക് പോകുന്നു? സി ആണ്. വകുപ്പ് 26 ആണ്. ഇനി സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ഏത് വകുപ്പിന് കീഴിൽ വരുന്നു? വകുപ്പ് 18 കീഴിൽ വരുന്നു. ഇനി അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം ഏതിന് കീഴിൽ വരുന്നു? ഓപ്ഷൻ വകുപ്പ് 22 കീഴിൽ വരുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്നുള്ളത് നോക്കുക. ഇനി 74ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ്. BR
ഗവായി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 75-ാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് മാത്രമേ ഇതിൽ റൈറ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 76-ാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഏതാണ്? ഓപ്ഷൻ സി ഇൻഷുറൻസ് ആണ് റൈറ്റ് ആയ ആൻസർ എന്ന് പറയുന്നത്. ഇനി 77-ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് എന്നുള്ളതാണ് 78-ാമത്തെ ചോദ്യം. ആരാണ്? ഓപ്ഷൻ ബി ആണ് ഷാജഹാനാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 79-ാമത്തെ ചോദ്യം നോക്കൂ. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ഗവർണറാണ് റൈറ്റ് ആയ ആൻസർ എന്ന് വരുന്നത്. ഇനി 80-ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ഓപ്ഷൻ ഡി ലാഹോറിൽ വെച്ചായിരുന്നു. ഇനി 81-ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതൊക്കെയാണ്? 1 വ്യക്തിഗത ആദായ നികുതി ഉണ്ട്. ഇനി 2ാമത്തെ കോർപ്പറേറ്റ് നികുതി ഉണ്ട്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയ ആൻസർ എന്ന് പറയുന്നത്. 82-ാമത്തെ ചോദ്യം നോക്കൂ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം എന്നുള്ളതാണ്. ഈ തന്നിട്ടുള്ള 3 പ്രസ്താവനകളും അവയോട് യോജിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയ ആൻസർ ആയിട്ട് വരുന്നത്. 83-ാമത്തെ ചോദ്യം നോക്കൂ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം എന്നുള്ളതാ ചോദ്യം. ഈ പറയുന്ന 3ഉം അതിനോട് യോജിക്കുന്നത് കൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? വിക്രം മിശ്രിയാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 85-ാമത്തെ ചോദ്യം നോക്കൂ. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണ്? പ്രചോദനം പദ്ധതി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 86-ാമത്തെ ചോദ്യം നോക്കൂ. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? ഓപ്ഷൻ ഡി ന്യൂഡൽഹിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 87-ാമത്തെ ചോദ്യം നോക്കൂ. എന്താണ് ക്യൂണിക്കൾച്ചർ? എന്താണ് ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്? മുയൽ വളർത്തുന്നതാണ് ക്യൂണിക്കൾച്ചർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി 88-ാമത്തെ ചോദ്യം നോക്കൂ. റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. റോബർട്ട് ബ്രൗൺ എന്താണ്? കോശകേന്ദ്രമാണ് കണ്ടെത്തുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി 89-ാമത്തെ ചോദ്യം നോക്കൂ. എന്താണ് പിനങ്ക സബ്റ്ററേനിയ? എന്താണ് പിനങ്ക സബ്റ്ററേനിയ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ നോക്കൂ. ഒരു അപൂർവ ഇനം ഈന്തപ്പനയാണ് അത് എന്നുള്ളതാണ്. റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇനി രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഏതാണ്? നമുക്കറിയാം ഗ്ലോബുലിനാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? മീസിൽസ് ആണ് എന്നറിഞ്ഞിരിക്കുക. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 92-ാമത്തെ ചോദ്യം നോക്കൂ. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇത് ആർദ്രം പദ്ധതി. ഈ അടുത്തുള്ള PSC എക്സാമിലൊക്കെ റിപ്പീറ്റഡായി വന്നിട്ടുള്ളൊരു ഭാഗം കൂടിയാണ് ആർദ്രം പദ്ധതി. അതുപോലെ തന്നെ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള പദ്ധതി. ഇതിൽ തന്നെ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ളതാണ് മറ്റേ സിന്ദൂർ ഓപ്പറേഷനൊക്കെ വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ അടുത്ത പരീക്ഷകൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. ഇനി 93-ാമത്തെ ചോദ്യം നോക്കൂ. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? കണരോഗമാണ് റൈറ്റായ ആൻസർ എന്ന് പറയുന്നത്. 94 നോക്കൂ. ഭൂഗുരുത്വാകർഷണ ത്വരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ധ്രുവപ്രദേശങ്ങളിലാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 95-ാമത്തെ ചോദ്യം നോക്കൂ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം ഏതാണ്? ശ്യാനബലമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇനി 96-ാമത്തെ നോക്കൂ. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വേഗതയാണ്. ഇനി ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? അജയ് ബംഗയാണ്
ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 98ാമത്തെ ചോദ്യം നോക്കൂ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെരുമ്പടവം ശ്രീധരനാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി 99 നോക്കൂ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ അവരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണ്? സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളുമുണ്ട്. മൂലകങ്ങളെ ആറ്റോമിക് നമ്പറിൻ്റെ ആരോഹണക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കൃത്യമായ സ്ഥാനം നൽകിയില്ല. ദിമിത്രി ഇവാനോവിച്ച്. അതേപോലെ തന്നെ മറ്റ് ഒരു 4 ഓപ്ഷൻ, ഡി വരെയുള്ള 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ഹെൻറി മോസ്ലി ആണ് റൈറ്റ് ആൻസർ. ഇനി 100ാമത്തെ ചോദ്യം നോക്കൂ. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഏതാണ്? ബോയിൽ നിയമം ഉപയോഗിച്ച് നമുക്കിത് വിശദീകരിക്കാൻ കഴിയും. 100 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മളിവിടെ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇനി പരമാവധി എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ സാമാന്യം ലളിതമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. എല്ലാവർക്കും എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനി ആരെങ്കിലും നമ്മുടെ ഫ്രീ ടിപ്സിൻ്റെ സൈൻ നൽകുന്ന ഫ്രീ ടിപ്സിൻ്റെ നോട്ട്സിൻ്റെ PSC ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഉത്തരങ്ങളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി അറിയിക്കൂ. നമ്മുടെ നമ്പർ, കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ അതിലൊന്ന് വാട്സപ്പ് ചെയ്യോ, എന്തെങ്കിലുമൊക്കെ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യൂ. എല്ലാവർക്കും നല്ല രീതിയിൽ വിജയിക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നല്ല രീതിയിൽ ഇനിയും പഠിക്കാൻ കഴിയട്ടെ എന്ന് കരുതുന്നു. ഓക്കെ, ഇന്നത്തെ ഈ വിശദീകരണം ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.